ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാ കുക്കിംഗ് വേൾഡ്. നമുക്കിന്ന് നാടൻ കപ്പ ഉപ്പുമാ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു മൺചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി 10 എണ്ണം, പച്ചമുളക് 8 എണ്ണം, കുറച്ച് കറിവേപ്പില, ഒരു മൂടി തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് കപ്പ മുങ്ങുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഇതാ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായി തിളച്ചാൽ ഉപ്പിടുക. ഇപ്പോൾ കപ്പ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് തണുക്കാൻ വെക്കാം. കുറച്ച് ചൂടുണ്ട്. നല്ല ശ്രദ്ധയോടെ അരിപ്പയിലേക്ക് നമുക്ക് കപ്പ ഒഴിക്കാം. വെള്ളം നല്ലവണ്ണം വാർന്ന് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് ചെറിയുള്ളി, പച്ചമുളക് എന്നിവ കട്ട് ചെയ്തെടുക്കാം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടാം. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയാൽ കട്ട് ചെയ്ത പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. കരിയാതെ ശ്രദ്ധിക്കുക. നന്നായി ഇളക്കുക. ഇതുപോലെ നന്നായി ഇളക്കുക. കുറച്ച് ഉപ്പിട്ട് വീണ്ടും നന്നായി ഇളക്കുക. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരവി വെച്ച തേങ്ങ ഇടാം. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായി ഇളക്കണം. നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കുക. എല്ലാം നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കുക. അടിയിലുള്ള തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും മുകളിലേക്കും സൈഡിലേക്കും വരുന്നത് വരെ കപ്പ മറിച്ച് മറിച്ച് ഇളക്കുക. ഇതുപോലെ നന്നായി അടിമറിച്ച് ഇളക്കുക. കപ്പ ഏകദേശം വെന്ത് നല്ല മയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തവി വെച്ച് കുത്തിയുടക്കുക. ഇതുപോലെ കപ്പയും തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായി ചേർന്നൊരു മാവ് പരുവത്തിലായിട്ടുണ്ട്. ഇതുപോലെ നല്ല അടിമറിച്ചിളക്കുക. വെള്ളത്തിൻ്റെ അംശം തീരെയില്ല. തവി വെച്ച് ഇതുപോലെ കപ്പ മറിക്കുക. ചട്ടിയിൽ തീരെ ഒട്ടിയിട്ടില്ല. ഇതാ മറിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല മണം വരുന്നുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വൈകിട്ട് ചായയുടെ കൂടെ സ്നാക്സായി കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.